നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി തിങ്കളാഴ്ച 10,000ങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങി ഗുരുഭവനപുരി. വൃശ്ചികത്തിലെ വെളുത്ത ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായി ആഘോഷിക്കുന്നത്. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിലെ ആകർഷകമായ പഞ്ചരത്ന കീർത്തനാലാപനം ഞായറാഴ്ച. സംഗീതോത്സവത്തിന് ഏകാദശി ദിവസമായ തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ സമാപനമാകും. ഗജരാജൻ കേശവൻ അനുസ്മരണവും ഞായറാഴ്ച. ചിറ്റണ്ടയിൽ കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ തീ പടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചത് ദേശമംഗലം മേലെ തലശ്ശേരി അത്താണിക്കൽ വീട്ടിൽ 22 വയസ്സുള്ള മുഹമ്മദ് ഫാരിസ്. അപകടമുണ്ടായത് ബൈക്കിൽ നിന്ന് തീപ്പൊരി പെട്രോൾ കുപ്പിയിലേക്ക് വീണ് തീ പടർന്ന്. CPM പ്രവർത്തകനെ ആക്രമിച്ച് വാരിയല്ലുകൾ തല്ലിയൊടിച്ച കേസിൽ SDPI പ്രവർത്തകർക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും ശിക്ഷ. വടക്കേക്കാട് സ്വദേശികളായ റംസുദ്ദീൻ, നബീൽ എന്നിവരെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. വാർത്തകൾ വിശദമായി. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി തിങ്കളാഴ്ച. 10,000ങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങി ഗുരുഭവനപുരി. വൃശ്ചികത്തിലെ വെളുത്ത ഏകാദശിയായാണ് ഗുരുവായൂർ ഏകാദശി ആഘോഷിക്കുന്നത്. ദേവഗുരുവും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയത് ഏകാദശി നാളിലാണെന്നാണ് വിശ്വാസം. അതുകൊണ്ടുതന്നെ ഈ ദിനം പ്രതിഷ്ഠാ ദിനമായും ആചരിക്കുന്നു. ഗീതാ ദിനവും ഇതേ ദിവസമാണ്. ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്നത് ഏകാദശിക്കാണ്. ക്ഷേത്രവും ക്ഷേത്രനഗരിയിലെ സ്ഥാപനങ്ങളും ദീപാലങ്കൃതമായതോടെ രാത്രിയെ പകൽ പോലെയാക്കിയിരിക്കുകയാണ്. രാപ്പകൽ ഇടതടവില്ലാതെ ഭക്തസഹസ്രം ഗുരുവായൂരിലേക്ക് ഒഴുകുകയാണ്. രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. ക്ഷേത്ര പരിസരം വഴിയോര കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കിഴക്കേ നടയിൽ കാർണിവലും ഒരുങ്ങുന്നുണ്ട്. ക്ഷേത്രത്തിൽ ഒരു മാസമായി നടന്നുവന്നിരുന്ന ചുറ്റുവിളക്ക് ആഘോഷങ്ങൾക്ക് ഏകാദശിയോടെ സമാപനമാകും. തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ ദർശന ക്രമീകരണമുണ്ടാകും. ക്ഷേത്രത്തിനകത്തും പുറത്തും വൺ വേ സംവിധാനത്തിലൂടെയാണ് ഭക്തരെ കടത്തിവിടുക. സുരക്ഷയ്ക്കായി 100 പോലീസുകാരെ അധികം നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അരിഭക്ഷണം വെടിഞ്ഞ് വ്രതം നോറ്റെത്തുന്നവർക്ക് ദേവസ്വം ഏകാദശി പ്രസാദവൂട്ട് നൽകും. ഏകാദശി ദിവസം രാത്രി 12 മണി മുതൽ രാവിലെ ക്ഷേത്രനട അടയ്ക്കുന്നതുവരെ ഭക്തർ കൂത്തമ്പലത്തിൽ ദ്വാദശി പണം സമർപ്പിക്കും. ബുധനാഴ്ച ത്രയോദശി ഊട്ടോടെ ഏകാദശി ചടങ്ങുകൾ സമാപിക്കും. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിലെ ആകർഷകമായ പഞ്ചരത്ന കീർത്തനാലാപനം ഞായറാഴ്ച നടക്കും. 100ഓളം കലാകാരന്മാർ ചേർന്ന് ഏകതാളത്തിൽ ഭക്തിയിലലിഞ്ഞ് പാടുന്ന മുഹൂർത്തത്തിന് സാക്ഷികളാകുവാൻ ആയിരങ്ങൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരും. ദശമി നാളിൽ രാവിലെ 9 മുതൽ 10 വരെയുള്ള പഞ്ചരത്ന കീർത്തനാലാപനം പ്രസിദ്ധമാണ്. ത്യാഗരാജ ഭാഗവതരുടെ 5 കീർത്തനങ്ങളാണ് പഞ്ചരത്ന കീർത്തനം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് അഭിനവ ത്യാഗബ്രഹ്മം ബഹുമതി ലഭിച്ചതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് സംഗീതോത്സവത്തിൽ പഞ്ചരത്ന കീർത്തനങ്ങൾ ആലപിക്കുന്ന പതിവ് ആരംഭിച്ചത്. ഏകാദശി ദിവസമായ തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ ഇരയിമൻ തമ്പിയുടെ കരുണ ചെയ്വാനന്ദു താമസം കൃഷ്ണ എന്ന കീർത്തനാലാപനത്തോടെ സംഗീതോത്സവത്തിന് തിരശ്ശീല വീഴും. 15 ദിവസങ്ങളിലായി തുടക്കക്കാരും പ്രഗത്ഭരുമടക്കം 3000ഓളം പേരാണ് സംഗീതോത്സവത്തിൽ പങ്കെടുത്തത്. സംഗീതോത്സവം CCTV പ്രാദേശിക ചാനലിലൂടെയും ജില്ലാ വ്യാപകമായി കേരള വിഷൻ സെറ്റ് ടോപ്പ് ബോക്സിലെ ചാനൽ നമ്പർ 45, കേരള വിഷൻ കൊമേഴ്സ്യൽ ചാനലിലൂടെയും പ്രേക്ഷകർക്ക് ആസ്വദിക്കാം. ഏകാദശിയുടെ ഭാഗമായി ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ ചൊവ്വാഴ്ച രാവിലെ 8 മണി വരെ ഇന്നർ റിംഗ് റോഡിലും ഔട്ടർ റിംഗ് റോഡിലും ഇരുചക്ര വാഹനങ്ങൾ ഒഴികെയുള്ള വാഹനങ്ങൾക്ക് വൺ വേ ഏർപ്പെടുത്തി. ഇന്നർ റിംഗ് റോഡിൽ വലതുവശത്തേക്കും ഔട്ടർ റിംഗ് റോഡിൽ ഇടതുവശത്തേക്കും മാത്രം വാഹനങ്ങൾ പോകണം. വൺ വേ തെറ്റിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗുരുവായൂരിൽ എത്തിച്ചേർന്ന വാഹനയാത്രികർ പോലീസിന്റെ ട്രാഫിക് ക്രമീകരണങ്ങളുമായി സഹകരിക്കണമെന്നും ACP C പ്രേമാനന്ദകൃഷ്ണൻ അറിയിച്ചു. ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് നാളെ 49 വയസ്സ് തികയും. ആനക്കഥകളിലെ നിത്യഹരിത നായകന് ഞായറാഴ്ച ആനത്താവളത്തിലെ പിൻതലമുറക്കാർ പ്രണാമമർപ്പിക്കും. ആനക്കഥകളിൽ ഭക്തിയുടെ പരിവേഷമായി നിറഞ്ഞു നിൽക്കുന്ന ഗുരുവായൂർ കേശവൻ 1976 ഡിസംബർ 2 ഏകാദശിയുടെ തലേന്നാണ് ചെരിഞ്ഞത്. കേശവൻ ചെരിഞ്ഞ സ്ഥലത്ത് 1977 ശില്പി MRD ദത്തന്റെ നേതൃത്വത്തിൽ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചു. കേശവന്റെ ഓർമ്മ പുതുക്കാനായി ഏകാദശിയുടെ തലേന്ന് ദേവസ്വം എല്ലാ വർഷവും അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഞായറാഴ്ച രാവിലെ 7-ന് തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ നിന്നും ഗജഘോഷയാത്ര ആരംഭിക്കും. കൊമ്പൻ ബൽറാം, ഗുരുവായൂരപ്പന്റെയും ഇന്ദ്രസൻ കേശവന്റെയും
രവികൃഷ്ണൻ മഹാലക്ഷ്മിയുടെയും ഛായാചിത്രങ്ങൾ വഹിച്ച് മുൻനിരയിൽ അണിനിരക്കുന്ന ഘോഷയാത്രയിൽ 10 ആനകൾ പങ്കെടുക്കും. മേൽപ്പാലം വഴി ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെത്തി ക്ഷേത്രവും ക്ഷേത്രക്കുളവും പ്രദക്ഷിണം ചെയ്ത് ശ്രീവത്സം അതിഥി മന്ദിരത്തിനു മുന്നിലുള്ള കേശവ പ്രതിമയ്ക്ക് മുന്നിൽ അണിനിരക്കും. ഇന്ദ്രസൻ കേശവ പ്രതിമയ്ക്കരികിലെത്തി പുഷ്പചക്രം സമർപ്പിക്കും. കേശവന്റെ ആരാധകർ പുഷ്പാർച്ചന നടത്തും. തുടർന്ന് ആനത്താവളത്തിൽ ആനയൂട്ടും ഉണ്ടാകും. നെയ്ത്തിരികളുടെ തേജസ്സിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നവമി വിളക്ക് ആഘോഷിച്ചു. വൃശ്ചികത്തിലെ ശുക്ലപക്ഷ നവമി ദിനത്തിൽ നവമി നമസ്കാരത്തോടെ സമ്പൂർണ്ണ നെയ്വിളക്കായിട്ടാണ് നവമി വിളക്ക് ആഘോഷിച്ചത്. പുരാതന തറവാട്ടുകാരായ കൊളാടി കുടുംബം വകയായിട്ടായിരുന്നു നവമി വിളക്ക് ആഘോഷം. വാദ്യമേളങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ ഗുരുവായൂരപ്പനും പരിചാരകന്മാർക്കും നമസ്കാര സദ്യ നൽകുന്നു എന്നതാണ് നവമി വിളക്കിന്റെ പ്രത്യേകത. ഉച്ചപൂജയ്ക്കാണ് ഭഗവാന് നമസ്കാര സദ്യ നിവേദിച്ചത്. രാത്രി ക്ഷേത്രത്തിലെ 10,000-ഓളം വരുന്ന ദീപങ്ങൾ മഞ്ഞൾ ചാലിച്ച നെയ്ത്തിരികളാൽ പ്രകാശപൂരിതമായി. കൊമ്പൻ ഇന്ദ്രസൻ സ്വർണ്ണക്കോലമേറ്റി രാത്രി വിളക്കെഴുന്നള്ളിപ്പ് പൂർത്തിയാക്കി. ഞായറാഴ്ച ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റിന്റെ വക ദശമി വിളക്കാഘോഷം നടക്കും. മറ്റു വാർത്തകൾ. ചിറ്റണ്ടയിൽ കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ തീ പടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ദേശമംഗലം പഞ്ചായത്ത് 11-ാം വാർഡിൽ മേലെ തലശ്ശേരി ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന അത്താണിക്കൽ വീട്ടിൽ മുസ്തഫയുടെ മകൻ 22 വയസ്സുള്ള മുഹമ്മദ് ഫാരിസ് ആണ് മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിയോടെ മുഹമ്മദ് ഫാരിസ് ജോലി ചെയ്യുന്ന ചിറ്റണ്ടയിലെ ബൈക്ക് വർക്ക്ഷോപ്പിൽ വെച്ചായിരുന്നു അപകടം. കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ ബൈക്കിൽ നിന്ന് തീപ്പൊരി ഉണ്ടാവുകയും പരിസരത്ത് സൂക്ഷിച്ചിരുന്ന പെട്രോൾ കുപ്പിയിലേക്ക് തീ പടരുകയും പെട്ടെന്ന് തീഗോളമായി മാറി ഫാരിസിന്റെ ദേഹത്തേക്ക് പടരുകയുമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ മുഹമ്മദ് ഫാരിസ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ മരിക്കുകയായിരുന്നു. ഗുരുവായൂരിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ പട്ടാപ്പകൽ മോഷണം. തൈക്കാട് പള്ളി റോഡിൽ പണിക്ക വീട്ടിൽ ജവഹറിന്റെ വീട്ടിലാണ് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ മോഷണമുണ്ടായത്. ശനിയാഴ്ച രാവിലെയാണ് വീട്ടുകാർ മോഷണ വിവരം അറിയുന്നത്. വീടിന് പുറത്ത് സൂക്ഷിച്ചിരുന്ന ജൈവവള നിർമ്മാണത്തിനുള്ള യന്ത്രഭാഗങ്ങളാണ് മോഷണം പോയത്. മോഷണ വസ്തുക്കൾ സഞ്ചിയിലാക്കി കടത്തുന്ന ദൃശ്യം നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. പ്രസിദ്ധമായ കീഴൂർ കാർത്തിക മഹോത്സവം ഡിസംബർ 4 വ്യാഴാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 1 മുതൽ 4 വരെയുള്ള ദിവസങ്ങൾ വിവിധ കലാപരിപാടികൾ ഉൾപ്പെടെയുള്ള ചടങ്ങോടുകൂടിയാണ് കാർത്തിക മഹോത്സവം ആഘോഷിക്കുക. 37 പുരാഘോഷ കമ്മിറ്റികളിൽ നിന്നായി 35 ഗജവീരന്മാർ ഉത്സവത്തിൽ അണിനിരക്കും. 5 തെയ്യം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെയ്യം വരവുണ്ടാകും. ഉത്സവത്തിന്റെ ഭാഗമായി ഡിസംബർ 3, 4 തീയതികളിൽ കാർത്തിക ഫെസ്റ്റ് സംഘടിപ്പിക്കും. വിവിധ ദിവസങ്ങളിൽ ഗാനമേള, നാടകം എന്നിവ ഉണ്ടാകും. പൂരം 7 കിലോമീറ്റർ ചുറ്റളവിൽ 5 ദിവസം 1.5 കോടി രൂപയ്ക്ക് ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. സംയുക്ത ഉത്സവ സമിതി പ്രസിഡന്റ് MD ബിനേഷ്, സെക്രട്ടറി പ്രവീൺ കുമാർ, ട്രഷറർ PB അബീഷ്, മറ്റ് ഭാരവാഹികളായ KV ആനന്ദൻ, വിമൽ, കുട്ടൻ, രാജേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കീഴൂർ കാർത്തിക മഹോത്സവം CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. ഇനി തെരഞ്ഞെടുപ്പ് വിശേഷം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി CCTV ഒരുക്കുന്ന ജനകീയം 2025 തത്സമയ സംവാദത്തിൽ ചാലിശ്ശേരി പഞ്ചായത്ത് പ്രതിനിധികൾ പങ്കാളികളായി. 1.5 പതിറ്റാണ്ടായി തുടരുന്ന ഭരണം നിലനിർത്തുമെന്നും നാടിനായി UDF നടത്തിയ വികസനം ജനം അനുഭവിച്ചറിഞ്ഞതാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ പറഞ്ഞു. CPMന്റെ ഭരണകാലത്ത് നടത്തിയ വികസനത്തിന്റെ തുടർച്ചയും സംസ്ഥാനത്തെ ഇടത് സർക്കാരിന്റെ വികസനവും മാത്രമേ പഞ്ചായത്തിനകത്ത് കാണാനാകുന്നുള്ളൂവെന്ന് പ്രതിപക്ഷത്തെ CPM അംഗം VS ശിവാസ് പറഞ്ഞു. CCTV ന്യൂസ് എഡിറ്റർ രമ്യ സനിൽ മോഡറേറ്ററായി. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രതിനിധികൾ പങ്കെടുത്ത സംവാദത്തിന്റെ പുനഃസംപ്രേഷണം ഇന്ന് രാത്രി 10:30 കാണാം. എരുമപ്പെട്ടി വടക്കേക്കാട് പഞ്ചായത്ത് പ്രതിനിധികൾ പങ്കെടുക്കുന്ന സംവാദം തിങ്കളാഴ്ച നടക്കും. ജില്ലാ പഞ്ചായത്ത് എരുമപ്പെട്ടി ഡിവിഷൻ LDF സ്ഥാനാർത്ഥി മീന സാജൻ കടങ്ങോട് പഞ്ചായത്തിൽ പര്യടനം നടത്തി. രാവിലെ പാഴിയോട്ടുമുറി കുടക്കുഴിയിൽ നിന്നും ആരംഭിച്ച പര്യടനം UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. വെള്ളറക്കാട്, വെള്ളത്തേരി, കടങ്ങോട്, മണ്ടംപറമ്പ് പ്രദേശങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. വാർഡ് ബ്ലോക്ക് സ്ഥാനാർത്ഥികളും അതത് പ്രദേശങ്ങളിൽ പങ്കാളികളായി. LDF നേതാക്കളായ OK ശശി, PS പ്രസാദ്, K ശങ്കരനാരായണൻ, ലാഷ്, PE ബാബു, KR രൂപേഷ്, UV ഗിരീഷ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനായി LDF കുന്നംകുളം നഗരസഭ
തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. കുന്നംകുളം ഗുരുവായൂർ റോഡിലെ റോയൽ ആശുപത്രിക്ക് സമീപം ആരംഭിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ, നേതാക്കളായ സീതാ രവീന്ദ്രൻ, M. ബാലാജി, MN സത്യൻ, EN ദിനമണി, LDF സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് എരുമപ്പെട്ടി ഡിവിഷൻ LDF സ്ഥാനാർത്ഥി മീന സാജൻ എരുമപ്പെട്ടി പഞ്ചായത്തിൽ പര്യടനം നടത്തി. തിപ്പല്ലൂരിൽ നിന്നും ആരംഭിച്ച പര്യടനം പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി എരുമപ്പെട്ടി തെക്കുമുറിയിൽ സമാപിച്ചു. പഞ്ചായത്ത് ബ്ലോക്ക് സ്ഥാനാർത്ഥികളും പര്യടനത്തിൽ പങ്കാളികളായി. LDF നേതാക്കളായ S. ബസന്തലാൽ, KM അഷ്റഫ്, PC അബാൽമണി, K. ശങ്കരനാരായണൻ, PT ദേവസി, കുഞ്ഞുമോൻ കരിയന്നൂർ, PT ജോസഫ്, OK ശശി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി ദേശചരിതം. UDF-ഉം LDF-ഉം മാറി മാറി ഭരിച്ചിരുന്ന കടങ്ങോട് പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ LDF-ന് തുടർഭരണമുണ്ടായതാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്തെയും ഏറ്റവും വലിയ ഹൈലൈറ്റ്. ചരിത്രത്തിൽ ആദ്യമായി 2 അംഗങ്ങളെ സഭയിലേക്ക് എത്തിച്ച് BJP അത്ഭുതം കാണിച്ചപ്പോൾ കോൺഗ്രസ് കേവലം 3 സീറ്റിൽ മാത്രമായി ഒതുങ്ങി. ഇക്കുറി മുന്നണികൾ തമ്മിൽ അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത്. ചരിത്രം, സാംസ്കാരികം, ഭൂപ്രകൃതി എന്നിവ കൊണ്ട് ഏറെ സവിശേഷതകളുള്ള പഞ്ചായത്താണ് കടങ്ങോട്. രാഷ്ട്രീയപരമായി നോക്കിയാൽ UDF-നും LDF-നും ഒരുപോലെ വേരോട്ടമുള്ള മണ്ണ്. ഇരുമുന്നണികളും പഞ്ചായത്ത് മാറി മാറി ഭരിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി ഭരണം കൈയാളുന്നത് LDF ആണ്. നിലവിലെ ഭരണസമിതിയിൽ BJP-യും ഇടം നേടിയെന്നതും ശ്രദ്ധേയമാണ്. കുന്നംകുളം താലൂക്കിൽപ്പെട്ട ചൊവ്വന്നൂർ ബ്ലോക്കിൽ 32 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് കടങ്ങോട്. വേലൂർ, ചൂണ്ടൽ, എരുമപ്പെട്ടി, പോർക്കുളം, കടവല്ലൂർ, ചൊവ്വന്നൂർ എന്നീ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന കടങ്ങോട് പഞ്ചായത്തിൽ 35,738 ജനസംഖ്യ. കൈക്കുളങ്ങര രാമവാര്യരുടെ ജന്മം കൊണ്ട് പ്രസിദ്ധി നേടിയ ഈ പഞ്ചായത്ത് സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ ഉൾപ്പെടെ അനേകം മഹാരഥന്മാരുടെ ജന്മഭൂമിക കൂടിയാണ്. ലോക ടൂറിസം മാപ്പിൽ ഇടം നേടിയ ചെറമനങ്ങാട് കുടക്കല്ല് പറമ്പും എയ്യാൽ ഗുഹയും വിനോദസഞ്ചാര കേന്ദ്രമായ കടങ്ങോട് മല്ലൻകുഴിയും കടങ്ങോട് പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലൻപടിയിലെ ചെണ്ട നിർമ്മാണ കേന്ദ്രവും ഏറെ പ്രസിദ്ധമാണ്. UDF-ഉം LDF-ഉം മാറി മാറി ഭരിച്ചിരുന്ന പഞ്ചായത്തിൽ 2020-ൽ LDF-ന് തുടർഭരണമുണ്ടായി. ചരിത്രത്തിൽ ആദ്യമായി 2 BJP അംഗങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിലെ 18 വാർഡുകളിൽ 11 വാർഡ് CPM-ഉം 1 സീറ്റ് CPI-യും സ്വന്തമാക്കി. 12 സീറ്റിന്റെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ LDF ഭരണം നിലനിർത്തി. കോൺഗ്രസ് 3 സീറ്റുകളിൽ മാത്രമായി ഒതുങ്ങി. ചരിത്രത്തിലാദ്യമായി BJP അംഗങ്ങളും 1 ലീഗ് സ്വതന്ത്രനും ഭരണസമിതിയിൽ ഇടം നേടി. CPM-ലെ മീന സാജനാണ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നത്. വാർഡ് വിഭജനത്തിൽ 3 വാർഡുകൾ കൂടി വർദ്ധിച്ച് ആകെ 21 വാർഡുകളായിട്ടുണ്ട്. UDF-ന്റെ ഉറച്ച കോട്ടകളിലൊന്നായിരുന്നു എക്കാലവും കടങ്ങോട് പഞ്ചായത്ത്. 2015-ലെ തെരഞ്ഞെടുപ്പിലാണ് UDF-ന്റെ അടിത്തറ ഇളകിയത്. ലീഗിന് അർഹമായ സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് വലിയൊരു വിഭാഗം UDF വിട്ട് ജനകീയ വികസന മുന്നണി രൂപീകരിച്ച് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് മത്സരിച്ചു. ഇതോടെ LDF വൻ ഭൂരിപക്ഷത്തിൽ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തു. 2020-ലും സീറ്റ് തർക്കത്തെ തുടർന്ന് മുന്നണി സംവിധാനം വിട്ട് കോൺഗ്രസും മുസ്ലിം ലീഗും തനിച്ചാണ് മത്സരിച്ചത്. ലീഗുമായുള്ള ഭിന്നിപ്പും കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള പടലപ്പിണക്കവും സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയും കോൺഗ്രസിനെ ഇത്തവണയും കടുത്ത പരാജയത്തിലേക്ക് തള്ളിവിട്ടു. 5 വർഷത്തെ കാലാവധി അവസാനിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് സമഗ്ര വികസനത്തിന്റെ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ കൈവരിച്ചുവെന്ന് LDF ഭരണസമിതി അവകാശപ്പെടുന്നു. അതിദാരിദ്ര്യമുക്തം ലൈഫ് ഭവനം, റോഡ്, വൈദ്യുതി, കുടിവെള്ളം, ആരോഗ്യം, കൃഷി, ജലസേചനം, മൃഗസംരക്ഷണം, അംഗനവാടികൾ, തൊഴിലുറപ്പ്, പട്ടികജാതി പട്ടികവർഗ ശിശു യുവജന വികസനം, സാമൂഹ്യ നീതി, കലാകായികം, വിദ്യാഭ്യാസം, ശുചിത്വം, ടൂറിസം തുടങ്ങി സമസ്ത മേഖലകളിലും വിസ്മയകരമായ വികസനം നടപ്പിലാക്കിയെന്ന് പ്രസിഡന്റ് മീന സാജൻ പറഞ്ഞു. ഏകദേശം 214 കോടികൾക്ക് കൂടുതൽ തുക നമ്മൾ ഓരോ മേഖലകളിലേക്ക് ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തരിശുരഹിത കൃഷിയുള്ള ഒരു പഞ്ചായത്തായി മാറ്റാൻ നമുക്ക് സാധിച്ചു. ഒപ്പം തന്നെയാണ് നമ്മുടെ ആരോഗ്യ മേഖലയിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാം, സബ് സെൻറ്ററിൽ നമുക്ക് 5 സബ് സെൻ്ററാണ് നമുക്കുള്ളത്. അതിലൊരു സബ് സെൻ്റർ നാമാവശേഷമായി കിടന്നിരുന്നത് ഇപ്പോൾ പ്രവർത്തനം തുടങ്ങാനുള്ള രീതിയിലേക്കുള്ള 55 ലക്ഷം രൂപ വെച്ചുകൊണ്ട് അതിൻ്റെ കെട്ടിടപ്പണി പൂർത്തീകരിക്കാൻ നിലയിലേക്ക് ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഹോസ്പിറ്റലിൽ 2 ഡോക്ടർമാരുണ്ടായിരുന്ന, ഉച്ചവരെ OP ഉണ്ടായിരുന്ന ആ ഹോസ്പിറ്റൽ ഇപ്പോൾ
വൈകിട്ട് വരെ ഒ പിയും 3 ഡോക്ടർമാരും 3 ഫാർമസിസ്റ്റും ഒരു ലാബും ലാബ് ടെക്നീഷ്യനും കൂടിയുള്ള ഒരു വിപുലമായ രീതിയിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചു. LDF-ലെ പ്രധാന കക്ഷിയായ CPI പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഇടയ്ക്കിടെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും പ്രതിഷേധ സമരങ്ങൾ നടത്തുന്നതും CPM-ന് തലവേദന സൃഷ്ടിച്ചിരുന്നു. 10 വർഷം തുടർച്ചയായി ഭരിച്ച LDF പഞ്ചായത്തിൽ വികസന മുരടിപ്പാണ് സൃഷ്ടിച്ചതെന്ന് കോൺഗ്രസും BJP-യും ആരോപിക്കുന്നു. പാർപ്പിടം, കുടിവെള്ളം, റോഡുകൾ, കാർഷികം, ആരോഗ്യം, കായികം, വ്യവസായം, സ്ട്രീറ്റ് ലൈറ്റ് തുടങ്ങി സർവ്വമേഖലകളിലും LDF ഭരണസമിതി വൻ പരാജയമായിരുന്നു. ഭൂരിഭാഗം ഗ്രാമീണ റോഡുകളും തകർന്ന് കാൽനടയാത്ര പോലും സാധ്യമല്ലാത്ത സ്ഥിതിയിലായി. കാർഷിക മേഖലയെ സംരക്ഷിക്കുവാൻ ആവശ്യമായ പദ്ധതികൾ നടപ്പിലാക്കിയില്ല. കാട്ടുപന്നി, കുരങ്ങ് ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ നടപടിയില്ലാത്തത് കർഷകർക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഭവനരഹിതരും പ്രാഥമിക ആവശ്യത്തിന് സൗകര്യമില്ലാത്തവരും ഓരോ വാർഡുകളിലും നിരവധിയാണ്. 2019 ശേഷം ഭവന നിർമ്മാണത്തിന് നിലവിലെ ഭരണസമിതി ഒരു അപേക്ഷ പോലും സ്വീകരിച്ചില്ല. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് കൃത്യമായ ഫണ്ട് ലഭിക്കാത്തതിനാൽ വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കായിക താരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള യാതൊരു സൗകര്യവും ചെയ്തു നൽകിയില്ല. ഉള്ള ഗ്രൗണ്ടുകൾ ഭരണസമിതിയുടെ അനാസ്ഥ കൊണ്ട് ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയിലുമാണ്. പല അംഗൻവാടികളുടെയും അവസ്ഥ പരിതാപകരമാണെന്നും ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് മരുന്നും ജീവനക്കാരുമില്ലെന്നും പ്രതിപക്ഷത്തെ കോൺഗ്രസും BJP-യും ആരോപിക്കുന്നു. ലൈഫ് മിഷന്റെ പിന്നെ ഭയങ്കര ഇതാണ്. എൻ്റെ വാർഡിൽ തന്നെ ഉണ്ട് 16 പേര് വീടിന്. അതിനാകെ 5-6 ആൾക്ക് കിട്ടിയിട്ടുള്ളൂ. അതുകൂടാതെ സ്ഥലത്തിന് കൊടുത്തവര് 10-21 പേരുണ്ട്. ആകെ 2 പേർക്ക് കിട്ടിയുള്ളത്. വിധവകൾക്ക് പ്രത്യേകം പരിഗണന കൊടുക്കേണ്ടതാണ്. ഒരു ഇതുമില്ലാത്ത, ഒരു കഴിവില്ലാത്ത പാവപ്പെട്ട വിധവകളുണ്ട്. അവർക്ക് ഇതുവരെ ലൈഫിന് ആകെ 2 പേർക്ക് കൊടുത്തിട്ടുള്ള സ്ഥലം 21 പേരിൽ. ഗ്രാമീണ റോഡുകളുടെ കാര്യം പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ഒരു റോഡ് പണിതാൽ 6 മാസം കൊണ്ട് തകർന്നു പോവുക. തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുള്ള ഗ്രാമീണ റോഡുകൾ 100 കണക്കിന് റോഡുകൾക്ക് വാർഡ് മെമ്പർമാർ അപേക്ഷ വെച്ചിട്ടുണ്ട്. ആ റോഡുകളൊന്നും കോൺക്രീറ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് 1-2 റോഡുകൾ വെച്ചിട്ടാണ് ഓരോ വാർഡുകളിൽ കൊടുത്തിട്ടുള്ളത്. ആ മേഖല സമസ്ത മേഖലയിലേക്ക് ഉൾപ്പെടുന്ന രീതിയിൽ ആ റോഡ് മേഖലയും പാടെ അവഗണിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. തെരുവ് പട്ടികളുടെ വിഷയത്തിൽ കോടിക്കണക്കിന് രൂപ സർക്കാർ പ്രഖ്യാപിച്ചിട്ട് പോലും ഈ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ അതിനുവേണ്ട ഒരു നടപടിയും ചെയ്തിട്ടില്ല. ഒട്ടനവധി കേന്ദ്ര ഫണ്ടുകൾ പഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ടെന്നും അത് കൃത്യമായി ഉപയോഗിക്കാൻ ഭരണസമിതി തയ്യാറായില്ലെന്ന ആക്ഷേപവും BJP-ക്കുണ്ട്. ഭരണസമിതിക്കെതിരെ ജനവികാരമുണർത്താൻ പ്രതിഷേധ സമരങ്ങളുമായി കോൺഗ്രസും BJP-യും രംഗത്തു വന്നിട്ടുണ്ട്. എന്നാൽ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് LDF-ന്റെ പ്രതികരണം. ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ചെറമ്മനങ്ങാട് കുടക്കല്ല് പറമ്പും എയ്യാൽ ഗുഹയും കൊണ്ട് ഏറെ പ്രസിദ്ധമാണ് കടങ്ങോട് പഞ്ചായത്ത്. വികസന നേട്ടങ്ങളുടെ നീണ്ട പട്ടിക ഉയർത്തിക്കാട്ടി LDF തുടർ ഭരണത്തിന് ശ്രമിക്കുമ്പോൾ UDF-ലെ ഐക്യം ഊട്ടിയുറപ്പിച്ചും വികസന പ്രവർത്തനങ്ങളുടെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയും നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കുവാനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് UDF. അതോടൊപ്പം തന്നെ ഭരണസമിതിയിലേക്ക് കൂടുതൽ അംഗങ്ങൾ എത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് BJP-യും. പഞ്ചായത്ത് ആര് ഭരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. ചക്കിക്കാവ് കേച്ചേരി ബൈപ്പാസിൽ പാതയോരത്തെ കാനയിലേക്ക് ശുചിമുറി മാലിന്യം തള്ളുന്നതായി പരാതി. പോർക്കുളം പഞ്ചായത്തിലെ അഗതിയൂർ നോർത്തിലാണ് റോഡരികിലെ കാനയിലേക്ക് രാത്രിയുടെ മറവിൽ വ്യാപകമായി മാലിന്യം ഒഴുക്കിവിട്ടിരിക്കുന്നത്. കാനയിലൂടെ ഒലിച്ചെത്തുന്ന മാലിന്യം ആചാരി തോട് വഴി കൃഷിയിടത്തിലേക്കും എത്തുന്നതായി പറയുന്നു. മേഖലയിൽ CCTV ക്യാമറകളില്ലാത്തത് മാലിന്യം തള്ളുന്നവർക്ക് സൗകര്യമാണ്. സംസ്ഥാന പാതയിൽ കടവല്ലൂർ റോഡരികിലെ പാടശേഖരത്തിലായി വ്യാപകമായി ശുചിമുറി മാലിന്യം തള്ളിയിരുന്നത്. ഇവിടെ പഞ്ചായത്ത് ക്യാമറ സ്ഥാപിച്ചതോടുകൂടിയാണ് ബൈപ്പാസിലെ വിജനമായ തടത്തിൽ സാമൂഹ്യവിരുദ്ധർ മാലിന്യം തള്ളുന്നത്. കടവല്ലൂരിലേതുപോലെ ഇവിടെയും ക്യാമറ സ്ഥാപിച്ച് സാമൂഹ്യവിരുദ്ധരെ പിടികൂടണമെന്നും പഞ്ചായത്ത് സ്ഥാപിച്ച നിറഞ്ഞു കവിഞ്ഞ വേസ്റ്റ് ബിൻ യഥാസമയങ്ങളിൽ വൃത്തിയാക്കണമെന്നും BJP കുന്നംകുളം മണ്ഡലം ട്രഷറർ വിഗീഷ് അപ്പു ആവശ്യപ്പെട്ടു. വ്യാപകമായി നമ്മുടെ സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ തള്ളുന്ന ഒരു സ്ഥിതിയാണ് ഈ അക്കിക്കാവ് ഈ തടത്തിൻ്റെ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായിട്ടുള്ള വേസ്റ്റുകൾ തള്ളുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്യാമറ പോലും ഇല്ല. ക്യാമറ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ വ്യാപകമായിട്ട് രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ വന്നിട്ടാണ് ഇതിവിടെ ചെയ്യുന്നത്. ഇതിനെതിരെ ശക്തമായൊരു നടപടി എടുക്കാൻ പഞ്ചായത്ത് അധികാരികൾ തയ്യാറാവണം. അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ടുള്ള വേസ്റ്റ് ബിന്നിൽ പുറമെന്ന് വരുന്ന ആൾക്കാർ അതിൽ കൊടുന്ന് വേസ്റ്റ് ബിന്നിൽ നിറക്കിയാണ് വേസ്റ്റുകൾ. അതിലെന്തൊക്കെ വേസ്റ്റുകൾ ഇടുന്നുള്ളത് യാതൊരു അറിവുമില്ല. അതിൻ്റെ മൂടികളെല്ലാം തകർത്ത് അവിടെ കിടന്ന് അവിടെ കാക്കകളും നായ്ക്കളും തെരുവ് നായ ശല്യം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതിനെതിരെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നതിന് പകരം വളരെ ശക്തമായ രീതിയിലുള്ള അതിൻ്റെ നിയമ നടപടികളും ഉള്ള ക്യാമറകളും സ്ഥാപിച്ച് നാടിൻ്റെ സുരക്ഷിതത്തിലേക്ക് എത്തിക്കണമെന്നാണ് BJPക്ക് പറയുന്നത്.
ഗുരുവായൂരിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന്റെ ചക്രം ഊരി വീണു. ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയിരുന്ന ആറ്റുപറമ്പത്ത് എന്ന ബസിന്റെ മുൻവശത്തെ ഇടചക്രമാണ് രാവിലെ 6ഓടെ ഊരി വീണത്. സ്റ്റാൻഡിൽ നിന്നെടുത്ത ബസ് പന്തായിൽ ക്ഷേത്രത്തിന് മുന്നിൽ നിർത്താൻ പോകുമ്പോഴായിരുന്നു അപകടം. യാത്രക്കാരുണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല. ഉച്ചവരെ ബസ് നടുറോഡിൽ നിന്ന് എടുത്തു മാറ്റാനായില്ല. ഇതേ തുടർന്ന് ഗതാഗത കുരുക്കുണ്ടായി. CPM പ്രവർത്തകനെ ആക്രമിച്ച് വാരിയല്ലുകൾ തല്ലിയൊടിച്ച കേസിൽ SDPI പ്രവർത്തകർക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും ശിക്ഷ. CPM പ്രവർത്തകനായ വടക്കേക്കാട് ചൂതംകുളം മാമ്പറ്റ വീട്ടിൽ 44 വയസ്സുള്ള ബാബുമോനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് വാരിയല്ലുകൾ അടിച്ചു തകർത്ത കേസിലാണ് SDPI പ്രവർത്തകരായ വടക്കേക്കാട് അണ്ടത്ത് പറമ്പ് 27 വയസ്സുള്ള റംസുദ്ദീനെയും പെരിഞ്ചേരി 29 വയസ്സുള്ള നബീലിനെയും ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2021 ജൂണിലാണ് കേസിനാസ്പദമായ സംഭവം. 2019 കപ്ലേങ്ങാട് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് റംസുദ്ദീൻ ഉൾപ്പെടെയുള്ള SDPI പ്രവർത്തകർ DYFI പ്രവർത്തകനായ ഷെഫീർ എന്ന ചെറുപ്പക്കാരനെ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികളാണ്. അന്ന് വയറിൽ ഗുരുതരമായി പരിക്കേറ്റ ഷെഫീർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഈ കേസിൽ ദൃക്സാക്ഷിയായിരുന്ന ബാബുമോൻ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഈ വിരോധത്തിലാണ് പ്രതികൾ ബാബുമോനെ ആക്രമിച്ചത്. ഷെഫീറിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതിയിൽ സാക്ഷി വിസ്താരം തുടങ്ങാനിരിക്കുകയാണ്. വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ SI ആയിരുന്ന PR രാജീവാണ് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. ചാവക്കാട് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KR രജിത് കുമാർ പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായി. ASI PJ സാജൻ പ്രോസിക്യൂഷനെ സഹായിച്ചു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രശസ്തമായ വൈകുണ്ഠ ഏകാദശിയുടെ ഭാഗമായി നടക്കുന്ന വിളക്കാചാരം ആരംഭിച്ചു. രാവിലെ ഉദയാസ്തമന പൂജ, നവകം, പഞ്ചഗവ്യം, മേളം, നാദസ്വരം എന്നിവ നടന്നു. വൈകിട്ട് ദീപാരാധന, അത്താഴ പൂജ, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയുണ്ടായി. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. കൊമ്പൻ കൊളക്കാടൻ ശിവപ്രസാദ് തിടമ്പേറ്റി. തുടർന്ന് മേളം, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, ഇടയ്ക്ക പ്രദക്ഷിണം എന്നിവ നടന്നു. ഗണേഷ് ട്രാവൽസ് ചെന്നൈയാണ് ആദ്യ വിളക്കാചാരം ഭഗവാനെ സമർപ്പിച്ചത്. ഏകാദശി വരെ 33 ദിവസം വിളക്കാചാരം നടക്കും. ഡിസംബർ 30-നാണ് പ്രസിദ്ധമായ നെല്ലുവായ് വൈകുണ്ഠ ഏകാദശി. കുടക്കുഴി ചന്ദനംകാവ് അയ്യപ്പ ക്ഷേത്രത്തിൽ മുഴുവൻ വിളക്കും അന്നദാനവും നടന്നു. പാഴിയോട്ടുമുറി ശ്രീ പാറക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് താളമേന്തിയ മാളികപ്പുറങ്ങളുടെയും ഉടുക്കുപാട്ടിന്റെയും കോമരങ്ങളുടെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് അന്നദാനം, ഉടുക്കുപാട്ട്, പാൽക്കുടം എഴുന്നള്ളിപ്പ്, കനലാട്ടം, അയ്യപ്പൻ വാവർ സംവാദം എന്നിവ നടന്നു. ചുരമനങ്ങാട് വാസുണ്ണി സ്വാമിയും സംഘവും വിളക്ക് യോഗത്തിന് നേതൃത്വം നൽകി. മേഖലയിലെ പൂരങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വെസ്റ്റ് മങ്ങാട് കോട്ടിയാട്ടുമുക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരാഘോഷം ഞായറാഴ്ച നടക്കും. രാവിലെ ക്ഷേത്രത്തിൽ ക്ഷേത്രമേൽശാന്തി അബിൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ നടക്കും. ഉച്ചയ്ക്ക് 2-ന് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. കൊമ്പൻ അക്കിക്കാവ് കാർത്തികേയൻ തിടമ്പേറ്റും. വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരിമേളം അകമ്പടിയാകും. പ്രാദേശിക പൂരങ്ങൾ വൈകിട്ട് 5:30 മുതൽ ക്ഷേത്രപ്രദക്ഷിണം നടത്തി കൂട്ടിയെഴുന്നള്ളിപ്പിന് അണിനിരക്കും. 12 ആഘോഷ കമ്മിറ്റികളിൽ നിന്നായി കേരളത്തിലെ പേരുകേട്ട ചിറക്കൽ കാളിദാസൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ, ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ, കുന്നത്തൂർ രാമു, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ തുടങ്ങി 15 ഗജവീരന്മാർ 7 മണിക്ക് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. ഉണ്ണിനായരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളവും ഉണ്ടായിരിക്കും. തുടർന്ന് 8-ന് തീർത്ഥം ആഘോഷ കമ്മിറ്റിയുടെ തെയ്യക്കാഴ്ചയും ഉണ്ടായിരിക്കും. 9-ന് നടപ്പുരമേളം അരങ്ങേറും. രാത്രി പൂരം ആവർത്തനത്തോടെ ഈ വർഷത്തെ പൂരാഘോഷത്തിന് സമാപനമാകും. ആഘോഷങ്ങൾക്ക് ക്ഷേത്രഭരണസമിതി പ്രസിഡന്റ് KU രവി, സെക്രട്ടറി VV മുരളി, ട്രഷറർ VR രാജേന്ദ്രൻ തുടങ്ങിയ കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകും. താമരയൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ 31ാമത് ദേശവിളക്കും അന്നദാനവും ഞായറാഴ്ച നടക്കും. രാവിലെ വിളക്ക് പന്തലിൽ ഗണപതി ഹോമം, പ്രതിഷ്ഠാകർമ്മം, ക്ഷേത്രത്തിൽ മറ്റ് വിശേഷാൽ പൂജകൾ എന്നിവയുണ്ടാകും. രാവിലെ 8-ന് ആൽക്കൽ ക്ഷേത്രത്തിൽ നിന്നും ആന, പഞ്ചവാദ്യം, നാദസ്വരം, കാവടി എന്നിവയോടെ പൂത്താലം എഴുന്നള്ളിപ്പ് ആരംഭിച്ച് 11 മണിക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഉച്ചയ്ക്കും വൈകിട്ടും അന്നദാനമുണ്ടാകും. വൈകിട്ട് 6-ന് മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് നാദസ്വരം, താളമേന്തിയ മാളികപ്പുറങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ ഉടുക്കുപാട്ടോടുകൂടി പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ആരംഭിച്ച് 10 മണിയോടെ ക്ഷേത്ര സന്നിധിയിലെത്തും. പിന്നീട് പന്തലിൽ പാട്ട്, പാൽക്കുടം, വെട്ടും തട, തിരിയൊഴിച്ചിലോടുകൂടിയാണ് സമാപിക്കുക. ചെറുമനങ്ങാട് വാസുണ്ണി സംഘമാണ് വിളക്ക് സംഘക്കാർ.
ലഹരിയാണ് കലാകാരന്മാർക്ക് ഭാവന നൽകുന്നത് എന്ന ചിന്താഗതി ഉപേക്ഷിക്കണമെന്ന് പ്രശസ്ത ശില്പി ഡാവിഞ്ചി സുരേഷ് അഭിപ്രായപ്പെട്ടു. ഗുരുവായൂർ മെട്രോ ലിങ്ക്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച അഖില കേരള ചിത്രരചനാ മത്സരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 51 വയസ്സിനിടയിൽ ഒരു തരത്തിലുള്ള ലഹരിയും ഉപയോഗിക്കാതെയാണ് ഈ രംഗത്ത് ശോഭിച്ചത്. കലയായിരിക്കണം ജീവിതത്തിലെ ലഹരി. കലാകാരന്മാർക്ക് സർക്കാർ സഹായം ഉറപ്പാക്കണം. നഗരസഭകളും പഞ്ചായത്തുകളും പരിധിയിലുള്ള കലാകാരന്മാരുടെ ഉന്നമനം ലക്ഷ്യമിടണമെന്നും ഡാവിഞ്ചി സുരേഷ് കൂട്ടിച്ചേർത്തു. LKG മുതൽ കോളേജ് തലം വരെയുള്ള 3500ഓളം വിദ്യാർത്ഥികളാണ് ലിറ്റിൽ ഫ്ലവർ കോളേജിൽ നടന്ന മത്സരത്തിൽ പങ്കാളികളായത്. ക്ലബ്ബ് പ്രസിഡന്റ് KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജെന്നി തേരസ് മുഖ്യപ്രഭാഷണം നടത്തി. ക്ലബ്ബ് സെക്രട്ടറി ഗിരീഷ് C. ഗീവർ, കോർഡിനേറ്റർ ബാബു M. വർഗീസ്, MR സുരേന്ദ്രൻ, ഡോക്ടർ ഹരി ഭാസ്കർ, അജിത രഘു, TD വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ തിരുനാളിന് തുടക്കമായി. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, വിശുദ്ധ സെബാസ്ത്യാനോസ്, പരിശുദ്ധ കന്യകാമറിയം, പരിശുദ്ധ അൽഫോൻസാമ എന്നിവരുടെ സംയുക്ത തിരുനാളാണ് ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത്. ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം വെള്ളിയാഴ്ച വൈകിട്ട് കുന്നംകുളം ACP CR സന്തോഷ് നിർവഹിച്ചു. ഇന്ന് രാവിലെ നടന്ന ദിവ്യബലിക്ക് മാർ ബോസ്കോ പുത്തൂർ കാർമ്മികനായി. തുടർന്ന് പ്രസിദ്ധേന്തി വാഴ്ചയും രൂപമെഴുന്നള്ളിപ്പും യൂണിറ്റുകളിലേക്കുള്ള അമ്പവള എഴുന്നള്ളിപ്പും നടത്തി. തിരുനാളിനോടനുബന്ധിച്ചുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടവക പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അരിവിതരണവും നടത്തി. വികാരി ഫാദർ ജോഫി ചിറ്റ്ലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. തിരുനാൾ ആഘോഷങ്ങൾക്ക് ജനറൽ കൺവീനർ സേവ്യർ ചാലിശ്ശേരി, കൈക്കാരന്മാരായ VL ജോർജ്, TO ജോഷി, PF റിൻഡോ, CJ അനുജിത്ത് എന്നിവർ നേതൃത്വം നൽകും. വൈകിട്ട് പള്ളിയിൽ അമ്പ് വള സമാപനം നടക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജിതിൻ വയലുങ്കൽ കാർമ്മികനാകും. ഫാദർ ജോഫി ചിറ്റ്ലപ്പള്ളി പെരുന്നാൾ സന്ദേശം നൽകും. വൈകിട്ട് 4-ന് പാട്ടുകുർബാന, തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടക്കും. ഫാദർ ജെയിംസ് ആലപ്പാട്ട് കാർമ്മികനാകും. 29ാമത് ചാലിശ്ശേരി ശ്രീ മുലയംപറമ്പത്തുകാവ് മുഴുവൻ വിളക്കിന്റെ ഭാഗമായുള്ള പ്രസാദ ഊട്ടിൽ ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുത്തു. ശനിയാഴ്ച രാവിലെ അകമല രഞ്ജിത്ത് സ്വാമിയുടെ നേതൃത്വത്തിൽ അന്നദാന പന്തലിൽ അയ്യപ്പസ്വാമിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ നടത്തിയ പ്രത്യേക പൂജകൾക്ക് ശേഷം 10:30-ക്കാണ് അന്നദാനം ആരംഭിച്ചത്. 3 ജില്ലകളിൽ നിന്നായി ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് പേർ അന്നദാനത്തിൽ പങ്കെടുത്തു. 5 മണിക്കൂർ സമയമെടുത്താണ് ഉച്ചയ്ക്കുള്ള അന്നദാനം പൂർത്തിയാക്കിയത്. പാചക വിദഗ്ധൻ കവുക്കോട് കുന്നത്തെ ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘമാണ് വെള്ളിയാഴ്ച രാവിലെ മുതൽ തന്നെ അന്നദാനത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത്. 10,000-ലധികം ഭക്തർക്കുള്ള വിഭവങ്ങളാണ് തയ്യാറാക്കിയത്. വിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് കുട്ടൻ ആലിക്കര, സെക്രട്ടറി KK ഭാസ്കരൻ, ട്രഷറർ അമൃതചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 25-അംഗ കമ്മിറ്റി നേതൃത്വം നൽകി. നിർമ്മാണം പാതിവഴിയിലായി കാടുകയറി കിടന്ന വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് നൽകി പുന്നൂർക്കുളം ചെറായി ക്രിയേറ്റീവ് വായനശാലയുടെ മാതൃക. ഞായറാഴ്ച രാവിലെ 6:30-ക്കുള്ള മുഹൂർത്തത്തിൽ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് നടക്കും. തെക്കത്ത് രാജൻ സുനിത ദമ്പതികൾക്കാണ് ക്രിയേറ്റീവിന്റെ ഇടപെടൽ തുണയായത്. പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12 വർഷം മുമ്പാണ് വീടുപണി തുടങ്ങിയത്. അടുക്കള ചിമ്മിനിക്കൂടൊഴിച്ചുള്ള ഭാഗം കോൺക്രീറ്റിംഗ് നടത്തിയിരുന്നു. എന്നാൽ സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് ബാക്കി നിർമ്മാണം നടത്താനായില്ല. 4 വർഷം മുമ്പ് സുനിത ശരീരം തളർന്ന് കിടപ്പിലായി. ഇതോടെ ഇവരുടെ ജീവിതം വഴിമുട്ടി. കനോലി കനാലിൻ്റെ ഓരത്തെ ഓലപ്പുരയിലാണ് ഇവർ കഴിയുന്നത്. മഴക്കാലത്ത് തോട് കരകവിയുമ്പോൾ നാട്ടുകാർ ഇവരെ പണി പൂർത്തിയാകാത്ത വീട്ടിലേക്ക് മാറ്റും. ജനലും വാതിലുമില്ലാത്ത, ഒരടച്ചുറപ്പും സുരക്ഷിതത്വവുമില്ലാത്ത വീട്ടിലാണ് ഇരുവരും അന്തിയുറങ്ങിയിരുന്നത്. മാത്രവുമല്ല, വീട്ടിലേക്ക് പോകണമെങ്കിൽ ഇടത്തോടിന് കുറുകെയിട്ടിട്ടുള്ള മരത്തടിയിലൂടെ ഭയന്നു വേണം കടക്കാൻ. ഇത് വളരെയധികം പ്രയാസമുള്ളതായിരുന്നു. ഇവരുടെ അവസ്ഥ കണ്ട് ക്രിയേറ്റീവ് വായനശാല വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണമില്ലാതെ സുമനസ്സുകളായ ഏതാനും വ്യക്തികളുടെയും KCFൻ്റെയും സഹായത്തോടെയാണ് വീടുപണി പൂർത്തിയാക്കിയത്. സിറ്റ് ഔട്ട്, 2 കിടപ്പുമുറി, ഹാൾ, അടുക്കള, ശുചിമുറി എന്നിവയാണ് വീടിനുള്ളത്. വായനശാലാംഗങ്ങളായ റാണ പ്രതാപ്, സുനിൽകുമാർ, വിഷ്ണു, സക്കരിയ തുടങ്ങിയവരാണ് നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത്. വീട്ടുകാരെ അവസ്ഥ ഒന്നുമില്ലാണ്ട് ഇതിൽ കിടന്നായിരുന്നു. കൊന്നാറ ആൾക്കാരായി അത് കറുത്ത് ഊക്കിയിട്ടിട്ട് ഇതിൽ കിടന്നായിരുന്നു. കൊതു, ഈച്ചയും പൂച്ചയൊക്കെ ആർത്തിട്ട് അങ്ങനെ കിടന്നു. പിന്നെ ഇപ്പം വിളിച്ചിട്ട് എന്നോട് പറയും അതിന് ഒഴിവാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന്. അങ്ങനെ കൊന്നാനെ അപ്പത്തിൽ കൊണ്ടുപോയി നോക്കുമ്പോൾ സോഡിയം കുറഞ്ഞിരിക്കുകയാണ്. അത് തന്നെ ഇപ്പം ചിരിച്ചാൽ എന്തെങ്കിലും ഭക്ഷണത്തെ കയ്യിൽ തിന്നിരുന്നു. ഇപ്പം തീരെ എണിച്ചിരിക്കാൻ പറ്റില്ല. ആ ഒരവസ്ഥ എപ്പോഴാണ് എത്തിയത്. പാവം ഓനായിട്ടാണ്
അപ്പോൾ ആരൊക്കെ മുൻകൈ എടുത്തിട്ടപ്പോൾ ഈ വീട് ഇങ്ങനെ ചെയ്തത്? ഈ ഭർത്താവേ അല്ലാണ്ട് ആരാ മുൻകൈ എടുക്കുന്നത്? ഇവൻ തന്നെയല്ലേ ഏറെ. എൻ്റെ മോനും ഈ മോനും തന്നെ, ഇത് രണ്ടിൻ്റെ മോൻ തന്നെ. തെങ്ങുകയറ്റ തൊഴിലാളിയായ രാജന് സുനിതയുടെ ചികിത്സയും പരിചരണവും കാരണം ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇവർക്ക് മക്കളില്ല. പരസഹായത്തിൽ സുനിത കട്ടിലിൽ ഇരിക്കുമായിരുന്നു. എന്നാൽ 1 മാസം മുമ്പ് പനി വന്നതോടെ തീർത്തും കിടപ്പായി. സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അയൽവാസികളുടെ സഹായങ്ങളും ശ്രദ്ധയുമാണ് ഇവർക്ക് ആശ്വാസം. മണത്തല ശ്രീ നാഗേക്ഷി ക്ഷേത്രത്തിലെ ദേശവിളക്ക് ഭക്തിസാന്ദ്രമായി. രാവിലെ ഗണപതി ഹോമത്തോടെയാണ് വിളക്കിന് തുടക്കമായത്. വൈകിട്ട് ദ്വാരക ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പുത്തഞ്ചേരി അയ്യപ്പ സേവാ സംഘം സതീശൻ പാർട്ടിയുടെ നേതൃത്വത്തിൽ താളം, നാദസ്വരം, പഞ്ചവാദ്യം, കാവടി, രഥം, ഉടുക്കുപാട്ടോടുകൂടി പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ശ്രീ നാഗേക്ഷി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. കാലടി ശങ്കര ഭജൻസിന്റെ ഭജന ഉണ്ടായി. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ AK ജനാർദ്ദനൻ, KV രാമചന്ദ്രൻ, കരിമ്പാച്ചൻ നാരായണൻ, സേതു മാധവൻ, സുബ്രഹ്മണ്യൻ കുന്നത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്നദാനവും ഉണ്ടായി. കുന്നംകുളം YMCയുടെ ആഭിമുഖ്യത്തിൽ 28ാമത് കരോൾഗാന മത്സരം ഡിസംബർ 19 വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് YMCA ഹാളിൽ നടക്കും. ഇതോടനുബന്ധിച്ച് YMCA അംഗങ്ങളുടെ മക്കളിൽ 10ാം ക്ലാസ്സിലും +2വിലും മുഴുവൻ വിഷയങ്ങൾക്കും A+ സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെയും അംഗങ്ങളിലും മക്കളിലും വിവിധ മേഖലകളിൽ മികച്ച നേട്ടം കൈവരിച്ചവരെയും ആദരിക്കും. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അറ്റസ്റ്റഡ് കോപ്പിയും ഫോട്ടോയും സഹിതം ഡിസംബർ 10-ാം തീയതിക്ക് മുൻപായി YMCA ഓഫീസിലോ സെക്രട്ടറിക്കോ നേരിട്ട് അപേക്ഷകൾ സമർപ്പിക്കണമെന്ന് കുന്നംകുളം YMCA പ്രസിഡന്റ് CU ബെന്യാമിൻ, സെക്രട്ടറി TC സാജു എന്നിവർ അറിയിച്ചു. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ തിരുനാളിന്റെ ഭാഗമായി രാഗം വോയിസ് ഓഫ് വെള്ളറക്കാട് മിനി പെരുന്നാൾ ആഘോഷിച്ചു. മൂവാറ്റുപുഴ CRPയുടെ ബാൻഡ് വാദ്യം നടന്നു. വിവിധ രൂപങ്ങളുടെ പ്രകടനം കൊല്ലൻപടിയിൽ നിന്നും ആരംഭിച്ച് മനപ്പടിയിൽ സമാപിച്ചു. വെള്ളിത്തെത്തി ബ്ലൂമിംബേർഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ കിഡ്സ് സ്പോർട്സ് മീറ്റ് ജൂനിയർ അത്ലറ്റ് സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ വിഷ്ണുജിത്ത് A ചന്ദ്രൻ സ്പോർട്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. UKG വിദ്യാർത്ഥികളുടെ മാർച്ചിംഗ് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം വിഷ്ണുജിത്ത് പതാക ഉയർത്തി. ബദനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC ഹൗസ് ക്യാപ്റ്റന്മാരിൽ നിന്നും വിവിധ ഹൗസുകളുടെ പതാകകൾ സ്വീകരിച്ചു. UKG വിദ്യാർത്ഥിനി ദിയ R നായർ വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ ചിയർ ഡാൻസ്, മാസ് ഡ്രിൽ, സൂംബ എക്സസൈസ് എന്നിവയും അവതരിപ്പിച്ചു. വിവിധ കായിക മത്സരങ്ങളും ഉണ്ടായിരുന്നു. അധ്യാപകരായ VP രമാദേവി, KV സരിത എന്നിവർ നേതൃത്വം നൽകി. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ തിരികെ എന്ന പരിപാടിയുടെ ഭാഗമായി അക്കിക്കാവ് ദീനബന്ധു വൃദ്ധസദനം സന്ദർശിച്ചു. ദീനബന്ധു മിഷൻ ഡയറക്ടർ ഫാദർ ലിനു ജോർജ് മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുട്ടികളോട് സംസാരിച്ചു. NSS മീഡിയ ലീഡർ KA ആര്യ അവതാരികയായി. വളണ്ടിയർമാരായ ഹർഷ സ്വാഗതവും അൻസില ഫത്തിമ നന്ദിയും പറഞ്ഞു. ഗായത്രി ബാബു, റാസിഖ് മുഹമ്മദ്, ഫത്തിമ ഹന്ന, ഇമ്മാനുവൽ, അഭിനവ്, അഭിനയ, ഹാഷിർ മജീദ്, നിരഞ്ജൻ, ധനുഷ് കൃഷ്ണ തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്തേവാസികളുമായി സംവദിച്ച കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. സ്നേഹവിരുന്നുമുണ്ടായി. നവമാധ്യമ കാഴ്ച. തെരുവുനായ്ക്കളുടെ ആക്രമണം ഭയന്ന് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്തതാണ് അവസ്ഥ. ജീവന് മാത്രമല്ല സ്വത്തുവകകൾക്ക് വരെ ഇക്കൂട്ടർ ഭീഷണിയാകുന്നുണ്ട്. കാണാം അക്കിക്കാവിൽ നിന്ന് നിരൂപ് നൽകിയ ദൃശ്യം. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,900 രൂപ. സ്വർണം പവന് 95,200 രൂപ.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 180 രൂപ. ചരമം ചിറക്കൽ ആനപ്പറമ്പ് ചെറുവത്തൂർ പരേതനായ ചേറുകുട്ടിയുടെ മകൻ അബ്രഹാം നിര്യാതനായി. 69 വയസ്സായിരുന്നു. കാട്ടകമ്പാൽ പള്ളി മുൻ ട്രസ്റ്റിയും ഇപ്പോഴത്തെ പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗവുമാണ്. സംസ്കാരം കാട്ടകമ്പാൽ മാർ ഇഗ്നാത്യോസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ജൂലി ഭാര്യയും വില്യം നൈസ് എന്നിവർ മക്കളുമാണ്. പിലാക്കാട് വാളനാത്ത് തെക്കൂട്ട് രാമൻ നായർ നിര്യാതനായി. 77 വയസ്സായിരുന്നു. റിട്ടയർഡ് ഹെഡ് പോസ്റ്റ്മാനായിരുന്നു പരേതൻ. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. രാധഭാര്യയും രജീഷ്, രാജീവ്, സുധീഷ് എന്നിവർ മക്കളുമാണ്. പഴഞ്ഞ അരുവായിൽ താമസിക്കുന്ന ചീരൻ പരേതനായ വറീദ് മകൻ ഉണ്ണിമോൻ നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളി സെമിത്തേരിയിൽ നടക്കും. റജിബാരിയും റിൻഡു, റിയ, റീമ എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി തിങ്കളാഴ്ച 10,000ങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങി ഗുരുഭവനപുരി. വൃശ്ചികത്തിലെ വെളുത്ത ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി ആഘോഷിക്കുന്നത്. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിലെ ആകർഷകമായ പഞ്ചരത്ന കീർത്തനാലാപനം ഞായറാഴ്ച. സംഗീതോത്സവത്തിന് ഏകാദശി ദിവസമായി തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ സമാപനമാകും. ഗജരാജൻ കേശവൻ അനുസ്മരണവും ഞായറാഴ്ച. ചിറ്റണ്ടയിൽ കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ തീ പടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മരിച്ചത് ദേശമംഗലം മേലെ തലശ്ശേരി അത്താണിക്കൽ വീട്ടിൽ 22 വയസ്സുള്ള മുഹമ്മദ് ഫാരിസ്. അപകടമുണ്ടായത് ബൈക്കിൽ നിന്ന് തീപ്പൊരി പെട്രോൾ കുപ്പിയിലേക്ക് വീണ് തീ പടർന്നു. CPM പ്രവർത്തകനെ ആക്രമിച്ച് വാരിയല്ലുകൾ തല്ലിയൊടിച്ച കേസിൽ SDPI പ്രവർത്തകർക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും ശിക്ഷ. വടക്കേക്കാട് സ്വദേശികളായ റംസുദ്ദീൻ, നബീൽ എന്നിവരെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.